അധ്യാപിക ഒരു സ്കൂളിലേക്ക് ചുരിദാർ ധരിച്ചു വരുന്നു. അവരെ ഗേറ്റിന് പുറത്തിരുത്തുന്നു. ഇതിൽ ഒരു നടപടി ഉണ്ടായിരിക്കുന്നു. പക്ഷേ ഒരു സെക്യൂരിറ്റി ജീവനക്കാരനെതിരെയാണോ നടപടി ഉണ്ടാകേണ്ടത്? മാനേജ്മെന്റിനെതിരെ എന്തുകൊണ്ട് നടപടിയില്ല എന്നുള്ള ചോദ്യം ഈ മണിക്കൂറിൽ വളരെ പ്രസക്തമാണ്. അതുമാത്രമല്ല, ഏത് ചട്ടമാണ് അധ്യാപിക ലംഘിച്ചത്? അങ്ങനെ ഒരു ചട്ടമില്ലല്ലോ. സ്വന്തം ഇഷ്ടപ്രകാരം എന്ത് വേഷവും ധരിക്കാം അധ്യാപകർക്ക് എന്നുള്ള സർക്കാർ ചട്ടങ്ങൾ തന്നെ നിലവിലുള്ളപ്പോൾ പിന്നെ എന്തിനാണ് ആ അധ്യാപികയോട് സ്കൂൾ മാനേജ്മെന്റ് ഇത്തരത്തിൽ പെരുമാറിയത് എന്നുള്ള ചോദ്യമാണ്. ഈ വിഷയത്തിലേക്ക് നമ്മൾ ഏറ്റവും പുതിയ വിവരങ്ങളിലേക്കും നടന്ന സംഭവത്തിന്റെ വിശദാംശങ്ങളിലേക്കും കടക്കുകയാണ്. വഴിന്ന് മാറാനാ ചുരിദാർ കിട്ടുമെന്ന് കേട്ടിട്ടുണ്ട്. മാനേജ് പറഞ്ഞു. വിശദ വിവരങ്ങളുമായി നമ്മുടെ റിപ്പോർട്ടർമാർ ചേരുന്നുണ്ട്. ടീം സജ്ജമാണ്. കൊല്ലം കൊട്ടാരക്കരയിൽ ചുരിദാർ ധരിച്ചെത്തിയ അധ്യാപികയെ തടഞ്ഞതിൽ വ്യാപക പ്രതിഷേധത്തിന് പിന്നാലെ നിയമ നടപടി തുടങ്ങിയിരിക്കുന്നു. കേസെടുത്തിരിക്കുകയാണ് പോലീസ്. നെടുവത്തൂർ ഈശ്വരവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ ശശാങ്കനെതിരെയാണ് കേസ്. അധ്യാപികയുടെ അന്തസ്സിന് ഹാനി വരുത്തിയെന്നാണ് എഫ്ഐആർ. കേസെടുത്തതിന് പിന്നാലെ സെക്യൂരിറ്റി ജീവനക്കാരനെ മാനേജ്മെന്റ് പിരിച്ചുവിട്ടു. AV ജയശങ്കർ ചേരുന്നു. ജയശങ്കർ, ആ അധ്യാപികയുടെ പരാതിയിൽ കൃത്യമായി തന്നെ ഉണ്ടായിരുന്നു ഇതിലെ മാനേജ്മെന്റിന്റെ ഇടപെടൽ. ആ അധ്യാപിക മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിൽ വ്യക്തമായി ഉണ്ടായിരുന്നു. ഒരു സെക്യൂരിറ്റി ജീവനക്കാരനെ നിർത്തിക്കൊണ്ട് മാനേജ്മെന്റ് അധികൃതർ ആ അധ്യാപിക നിൽക്കുമ്പോൾ പറയുകയാണ് ഇവർ ചുരിദാർ ഇട്ട് വന്നാൽ ഈ സ്കൂളിൽ കയറ്റരുത് എന്നുള്ളത്. മാത്രമല്ല, ഈ നടപടി ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ മാത്രം എടുത്തതാണോ? അതിനു പിന്നിൽ സ്കൂൾ മാനേജ്മെന്റ് ഇല്ലേ? മറ്റുള്ള സ്കൂളിലെ അധികൃതർ ഇല്ലേ? അപ്പോൾ ഒരു താഴെത്തട്ടിലുള്ള ഒരു തൊഴിലാളിയെ പിരിച്ചുവിട്ടാൽ തീരുന്നതാണോ പ്രശ്നം? ഇതിൽ കേസെടുത്ത സാഹചര്യം, അതിലിപ്പോൾ അന്വേഷണം ഏത് രീതിയിലാണ് നടക്കുന്നത്? സ്കൂൾ മാനേജ്മെന്റിന്റെ നടപടി, അതിനെക്കുറിച്ച് കൂടി പറയും. കഴിഞ്ഞ ദിവസമാണ് റിപ്പോർട്ടർ TV ഇത്തരത്തിൽ ചുരിദാർ ധരിച്ചെത്തിയ അധ്യാപികയെ കൊട്ടാരക്കര നെടുവത്തൂർ ഈശ്വര വിലാസം സ്കൂളിൽ തടഞ്ഞു വെച്ചു എന്ന വാർത്ത നൽകുന്നത്. പിന്നാലെ കേരളം ഒട്ടാകെ ഈ വിഷയം ചർച്ചയായി. പോലീസൊക്കെ എത്തിയാണ് ഈ അധ്യാപികയെ സ്കൂളിനുള്ളിലേക്ക് പ്രവേശിപ്പിച്ചത്. അധ്യാപികയുടെ പരാതിയിൽ കൊട്ടാരക്കര പോലീസ് ഇന്ന് കേസെടുക്കുകയും ചെയ്തു. ഈ സെക്യൂരിറ്റി ജീവനക്കാരൻ ശശാങ്കനെ പ്രതിയാക്കിക്കൊണ്ടാണ് കേസെടുത്തത്. ഈ അധ്യാപികയുടെ മാനഹാനി വരുത്തി, അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും മുമ്പിൽ അധ്യാപികയ്ക്ക് മാനഹാനി വരുത്തി. ഒപ്പം തന്നെ ഇവരെ സ്കൂൾ ഗേറ്റിന് മുന്നിൽ തടഞ്ഞു വെച്ചു. ഈ കുറ്റങ്ങൾ ആരോപിച്ചുകൊണ്ടാണ് ഈ സെക്യൂരിറ്റി ജീവനക്കാരനെ മാത്രം പ്രതിയായിക്കൊണ്ട് കൊട്ടാരക്കര പോലീസ് കേസെടുത്തത്. ഈ കേസെടുത്തതിന് പിന്നാലെയാണ് ഇപ്പോഴെന്തായാലും ഇത്തരത്തിൽ മാനേജ്മെന്റ് തലത്തിൽ നിന്ന് ഒരു നടപടി വരുന്നത്. ആ നടപടി എന്ന് പറയുന്നത് ശശാങ്കൻ എന്ന സെക്യൂരിറ്റി ജീവനക്കാരനെ പുറത്താക്കിക്കൊണ്ടുള്ള നടപടിയാണ്. അതായത് എല്ലാ കാരണങ്ങളുടെയും കാരണഭൂതൻ സെക്യൂരിറ്റി ജീവനക്കാരനാണെന്ന് മാനേജ്മെന്റ് തീരുമാനിക്കുന്നു. അങ്ങനെ അയാളെ നിലവിൽ പുറത്താക്കിയിരിക്കുന്നു. മാനേജ്മെന്റ് വിദ്യാഭ്യാസ വകുപ്പിലൊക്കെ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ ഞങ്ങൾ നടപടിയെടുത്തു എന്ന് കാണിക്കാൻ ആ റിപ്പോർട്ട് തയ്യാറാക്കാൻ ഒരു സെക്യൂരിറ്റി ജീവനക്കാരനെതിരെ നടപടിയെടുത്തിരിക്കുന്നു. പക്ഷേ അധ്യാപിക അന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഈ സെക്യൂരിറ്റി ജീവനക്കാരൻ തന്നെ തടഞ്ഞത് മാനേജറുടെ നിർദ്ദേശപ്രകാരമാണ്. ആ ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ ഇത്തരത്തിലൊരു തീരുമാനമെടുക്കാനാകില്ല. എങ്ങനെ ഒരു സെക്യൂരിറ്റിക്ക് ആ സ്കൂളിൻ്റെ പ്രഥമ അധ്യാപിക, അതായത് ആ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നിയമപ്രകാരം അത് സ്കൂൾ ഹെഡ് മാസ്റ്ററാണ്, പ്രധാന അധ്യാപികയാണ്. അവരെങ്ങനെ ഒരു സാധാരണ സെക്യൂരിറ്റിക്ക് തടയാനാകുമെന്നൊരു ചോദ്യം ഇപ്പോഴും അവിടെ നിൽക്കുന്നുണ്ട്. ആ സംശയം തന്നെയാണ് അധ്യാപിക ഉന്നയിച്ചത്. മാനേജ്മെന്റിനെതിരെ തന്നെ അധ്യാപികയുടെ പരാതി. പോലീസിനും വിദ്യാഭ്യാസ വകുപ്പിനും ഉൾപ്പെടെ അധ്യാപിക പരാതി നൽകിയത് മാനേജ്മെന്റിനെതിരെയാണ്. പക്ഷേ ഇതുവരെ മാനേജ്മെന്റിനെതിരെ ഒരു തരത്തിലുള്ള നടപടിയും വന്നിട്ടില്ല. കഴിഞ്ഞ ദിവസം കൊട്ടാരക്കര DMO ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സ്കൂളിലെത്തുകയും മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. നടപടികൾ വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ അപ്പോൾ പോലും അധ്യാപിക കുറ്റക്കാരൻ എന്ന് പറഞ്ഞ മാനേജർ അല്ലെങ്കിൽ ആ മാനേജ്മെന്റ് സംവിധാനം ഇപ്പോഴും സംരക്ഷിക്കപ്പെടുകയാണ്. അവർക്കെതിരെ ഒരു നടപടി ഉണ്ടാകുന്നില്ല. അവർ കേവലം ഒരു പാവപ്പെട്ട സെക്യൂരിറ്റി ജീവനക്കാരനെതിരെ നടപടി എടുത്തുകൊണ്ട് കാര്യങ്ങൾ സെറ്റിൽ ചെയ്യാൻ, കാര്യങ്ങൾ അവസാനിപ്പിക്കാനുള്ള ഒരു നീക്കവും ശ്രമവും ഒക്കെയാണ് നടക്കുന്നത്. പോലീസ് FIRൽ പോലും മാനേജ്മെന്റിനെ കുറിച്ച് ആരുടെ നിർദ്ദേശം അനുസരിച്ച് ഇത്തരത്തിലൊരു നടപടി വന്നു എന്ന പരാമർശമില്ല. പക്ഷേ പോലീസ് കൃത്യമായി പരിശോധിക്കുന്നുണ്ട്. അധ്യാപികയുടെ മൊഴി ഉൾപ്പെടെ വിശദമായി പരിശോധിച്ച് കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്ന് കൊട്ടാരക്കര പോലീസ് പറയുന്നുണ്ട്. പോലീസ് സംബന്ധിച്ച് ഒരു വിശദമായ അന്വേഷണം ഈ വിഷയത്തിൽ അവർ നടത്തുന്നു. അധ്യാപികയുടെ മൊഴി പോലീസ് നിലവിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ സ്കൂളിലെ മറ്റ് അധ്യാപകർ, ബന്ധപ്പെട്ട ആളുകളുടെയൊക്കെ തന്നെ മൊഴി പോലീസ് രേഖപ്പെടുത്തുകയാണ്. ഒരു പക്ഷേ വിശദമായ മൊഴിയെടുപ്പിന് ശേഷം പോലീസ് കൂടുതൽ നടപടികളിലേക്ക് കടന്നേക്കാം. പക്ഷേ താൽക്കാലികമായി ആ സെക്യൂരിറ്റി ജീവനക്കാരനാണ്. സെക്യൂരിറ്റിയുടെ തന്നെ ആ വീഡിയോയിൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, മുകളിൽ നിന്നുള്ള നിർദ്ദേശമാണ്, ഇല്ലെങ്കിൽ ഇങ്ങനെ കയറ്റണ്ടെന്ന് പറഞ്ഞു. ആ പറഞ്ഞു എന്ന് പറയുന്നത്
എയ്ഡഡ് സ്കൂളിനെ സംബന്ധിച്ച് സ്കൂൾ മാനേജറാണ്, പക്ഷേ അയാൾക്കെതിരെ നടപടിയില്ല. ഇതൊരു സർക്കാർ ഗ്രാൻഡൊക്കെ വാങ്ങി പ്രവർത്തിക്കുന്ന സ്കൂളാണ് കൊട്ടാരക്കര നെടുവത്തൂർ ഈശ്വര വിലാസം സ്കൂൾ. അവിടെയാണ് ഇത്തരത്തിൽ ചുരിദാർ ധരിച്ചെത്തിയതിന് വസ്ത്ര സ്വാതന്ത്ര്യമില്ലാത്തതിന്റെ പേരിൽ ഒരു പ്രധാന അധ്യാപിക തന്നെ ഗേറ്റിന് പുറത്ത് നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. ഈ കേരളത്തിന് ആകെ നാണക്കേടായിട്ടുള്ള വിഷയം. തീർച്ചയായും ജയശങ്കർ പറഞ്ഞതുപോലെയാണ് ഈ നാടിന്, നമ്മുടെ സംസ്ഥാനത്തിനൊക്കെ നാണക്കേടാവുന്ന ഒരു സംഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിപ്പോ ദിവസങ്ങളായി ചർച്ച വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഗൗരവമായ ചർച്ച ഇതിൽ ഉണ്ടാവേണ്ടതുണ്ട്. ഇതിനു മുൻപും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ സർക്കാരിന്റെ ചട്ടങ്ങളിൽ പറയാത്ത ഒരു കാര്യം, ആ അധ്യാപിക ചുരിദാർ ഇട്ട് വന്നപ്പോൾ അവരെ സ്കൂളിനകത്തേക്ക് കയറ്റരുത് എന്നുള്ളത് ഒരു സെക്യൂരിറ്റി ജീവനക്കാരന്റെ മാത്രം തീരുമാനമാണോ? അല്ല എന്നവർ ആ അധ്യാപിക ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്. ഒരു സ്കൂൾ മാനേജ്മെന്റ് എടുത്തൊരു തീരുമാനം അത് നടപ്പിലാക്കുക മാത്രമല്ലേ ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ താഴെത്തട്ടിൽ ജോലി ചെയ്യുന്ന ഒരു തൊഴിലാളിയെ അയാൾക്കെതിരെ കേസെടുത്തതുകൊണ്ടോ അയാളെ പിരിച്ചുവിട്ടതുകൊണ്ടോ ഈ വിഷയം തീരുമോ? പ്രേക്ഷകരെ, നിങ്ങളും ഇതിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കമന്റുകളായി അറിയിക്കൂ. ഒരു അധ്യാപിക അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു വസ്ത്രം ധരിക്കുന്നതിൽ എന്താണ് തെറ്റ്? ഈ കാലത്തും നേരം വെളുക്കാത്തവർ ഈ വിദ്യാഭ്യാസ സംവിധാനത്തിനുള്ളിൽ ഉണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കൂടി അറിയിക്കാവുന്നതാണ്. മറ്റൊന്ന്, ഈ ചുരിദാർ ഇട്ടതിന് പ്രധാനാധ്യാപികയെ സ്കൂളിൽ പ്രവേശിപ്പിക്കാതിരുന്നതിൽ എയ്ഡഡ് സ്കൂൾ മാനേജർമാർക്കെതിരെ അധ്യാപക സംഘടന തന്നെ രംഗത്ത് വരികയാണ്. കൊട്ടാരക്കരയിലേത് ഒറ്റപ്പെട്ട സംഭവമല്ല എന്ന് കേരള എയ്ഡഡ് ടീച്ചേഴ്സ് അസോസിയേഷൻ പറഞ്ഞു. പല സ്കൂളുകളിലും മാനേജർമാർ അധ്യാപകരെ ദ്രോഹിക്കുന്നുണ്ടെന്നും ഇതിന് ചില വിദ്യാഭ്യാസ ഓഫീസർമാരും കൂട്ടുനിൽക്കുകയാണെന്നും ടീച്ചേഴ്സ് അസോസിയേഷൻ ആരോപിച്ചു. ആ പ്രതികരണം ഒന്ന് കാണാം. ഇന്ന് ഗവൺമെന്റ് സംസ്ഥാനം വ്യാപകമായിട്ട് തന്നെ അധ്യാപകർക്ക് ഒരു ഡ്രസ് കോഡുണ്ട്. മാന്യമായിട്ടുള്ള ഏത് ഡ്രസ്സും ധരിക്കാം. ഇപ്പൊ ചുരിദാർ എന്ന് പറയുന്നത് അധ്യാപികമാരെ സംബന്ധിച്ചിടത്തോളം വളരെ കംഫർട്ടായിട്ടുള്ള ഒരു ഡ്രസ്സാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ സെക്യൂരിറ്റി ജീവനക്കാരൻ ആ അധ്യാപിക, അവിടുത്തെ പ്രഥമ അധ്യാപികയെ ആ സ്കൂളിൽ നിന്ന് കടത്തിവിടാതെ ബലമായിട്ട് ഗേറ്റ് അടയ്ക്കുകയും ആ അധ്യാപിക അവിടെ നിലത്തിരിക്കുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് നിശ്ചയമായിട്ടും ഇത്തരം മാനേജ്മെന്റിനെ ഡിസ്ക്വാളിഫൈ ചെയ്യും. ചില മാനേജർമാരും വിദ്യാഭ്യാസ ഓഫീസർമാരും തമ്മിൽ അവിശുദ്ധമായിട്ടുള്ള കെട്ടാനുള്ളത്. അവർക്ക് ഒരു അധികാരമുണ്ട്. KER കൊടുക്കുന്ന അധികാരം എന്ന് പറയുന്നത് 15 ദിവസത്തേക്ക് അവർക്ക് സസ്പെൻഡ് ചെയ്ത് നിർത്താം. ഇതിനെ പലപ്പോഴും ദുരുപയോഗം ചെയ്യുന്നുണ്ട്. ഇത് ദുരുപയോഗം ചെയ്യാനായിട്ട് ഈ വിദ്യാഭ്യാസ ഓഫീസർമാരെയും ആ ഓഫീസുകളെയുമാണ് അവർ ഉപയോഗിക്കുന്നത്. അങ്ങനെ അധ്യാപകർക്കെതിരെ വൈരാഗ്യ ബുദ്ധിയോടുകൂടിയുള്ള പല നടപടികളും എയ്ഡഡ് മാനേജ്മെന്റ് നടത്തിപ്പോരും. ഗോപാൽ ശിലാസനൽ നൽകും വിശദാംശങ്ങൾ. ഗോപാൽ, ഈ പ്രതികരണം അങ്ങനെ നമ്മൾ വളരെ പ്രാധാന്യത്തോടെ തന്നെ എടുക്കേണ്ട കാര്യമാണ്. കാരണം ഒരു ചുരിദാറാണ് വിഷയം, അതിനെക്കുറിച്ചുള്ള ചർച്ചകളുടെ ഭാഗമായി ഉള്ള പ്രതികരണമാണെങ്കിലും ഈ മാനേജ്മെന്റ് അധ്യാപകരുടെ മേൽ ചുമത്തുന്ന ചില ഭീഷണി സ്വരം അല്ലെങ്കിൽ ചില ഇടപെടലുകൾ, ഇതിനെക്കുറിച്ചൊക്കെ ഇപ്പോൾ പലരും തുറന്നു പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടല്ലേ? അധ്യാപകരെ ദ്രോഹിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇത് പല സ്കൂളുകളിലും നടക്കുന്ന കാര്യമാണല്ലേ? പ്രത്യേകിച്ച് ഈ വസ്ത്രം ധരിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ ചർച്ചകൾ ഉണ്ടോ ഇപ്പോഴും? റോഷ്നി, അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്ന വാചകം തന്നെ ഇങ്ങനെയാണ്: കൊട്ടാരക്കരയിലേത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. ആ വാചകത്തിലാണ് അദ്ദേഹം തുടങ്ങുന്നത്. കാരണം സംസ്ഥാനത്തുടനീളം ഇത്തരത്തിൽ മാനേജർമാരും മാനേജ്മെന്റുകളും അധ്യാപകരെ അവരുടെ തസ്തികയോ അവരുടെ സീനിയോറിറ്റിയോ അവരുടെ യോഗ്യതയോ ഒന്നും കണക്കിലെടുക്കാതെ ദ്രോഹിക്കുകയാണ് എന്ന ആരോപണമാണ് ഇപ്പോൾ കേരള എയ്ഡഡ് ടീച്ചേഴ്സ് അസോസിയേഷൻ മുന്നോട്ട് വെക്കുന്നത്. ഈ വസ്ത്രസ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഭിന്നശേഷി സംവരണം വരെ ഓരോ കാര്യങ്ങളിലും അവർ അർഹിക്കുന്ന പരിഗണനയോ അവകാശങ്ങളോ അവർക്ക് ലഭിക്കുന്നില്ല. മാനേജർമാർ എന്താണോ നിശ്ചയിക്കുന്നത് അതിനനുസരിച്ച് പ്രവർത്തിക്കേണ്ട കളിപ്പാവകൾ മാത്രമാണ് ഓരോ സ്കൂളിലെ അധ്യാപകരും എന്ന തരത്തിലേക്കാണ് ഇവരുടെ പ്രതികരണം. അതായത് ഈ അധ്യാപക സംഘടനയുടെ പ്രതികരണം നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, KER ഒരു ചട്ടം പറയുന്നുണ്ട്. ഇത്തരം എയ്ഡഡ് സ്കൂളുകളിൽ ഒരു അച്ചടക്ക ലംഘനം ഉണ്ടായാൽ, വീഴ്ചയുണ്ടായാൽ മാനേജർമാർക്ക് അടിയന്തര നടപടി എന്നോണം 15 ദിവസം വരെ സസ്പെൻഡ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്. ആ പ്രൊവിഷനെ പലപ്പോഴും അധ്യാപകർക്കെതിരെയുള്ള ഭീഷണിയായും അധ്യാപകർക്കെതിരായ നിയമത്തെ ദുരുപയോഗം ചെയ്യുന്ന തരത്തിലേക്കുമൊക്കെ ഉപയോഗിക്കപ്പെടുന്നു എന്നതാണ് അവർ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും പല അധ്യാപകരും ഈ നടപടി ഭയന്നുകൊണ്ട് മൗനം പാലിച്ച് ഇരിക്കുകയാണ്. പല സ്കൂളുകളിലും ശമ്പള വിതരണത്തിൽ പോലും വലിയ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ട് എന്ന് പറയും. ഇതിന് കൂട്ടുനിൽക്കുന്നത് വിദ്യാഭ്യാസ ഓഫീസർമാരാണ് എന്നൊരു ഗുരുതര ആരോപണം കൂടി ഉന്നയിക്കുന്നുണ്ട്. സ്കൂളുകളിലെ മാനേജർമാർ
ജീവനക്കാരും മറുവശത്തെ വിദ്യാഭ്യാസ ഓഫീസർമാരും തമ്മിൽ ഒരു അവിശുദ്ധ ബന്ധമുണ്ടാക്കി ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ അധ്യാപകരെ ദ്രോഹിച്ച് മാനേജർമാരുടെ ഇംഗിതത്തിനനുസരിച്ച് സ്കൂളുകളുടെ പ്രവൃത്തികളും എല്ലാം തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അത് അംഗീകരിച്ചു പോകാൻ കഴിയുകയില്ല എന്നിപ്പോൾ കേരള എയ്ഡഡ് ടീച്ചേഴ്സ് അസോസിയേഷൻ വാദിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ നിയമനിർമ്മാണം നടത്തണം. അതായത് എന്തൊക്കെയാണ് മാനേജർമാരുടെ അധികാരങ്ങൾ, എന്തൊക്കെയാണ് എയ്ഡഡ് സ്കൂളിലെ അധ്യാപകരുടെ അവകാശങ്ങൾ എന്നത് വ്യക്തമാക്കുന്ന തരത്തിലേക്ക് നിയമനിർമ്മാണം നടത്തണം. ആ നിയമനിർമ്മാണം നടത്തുന്നതിന് വേണ്ടിയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രിയെ തന്നെ നേരിട്ട് സമീപിക്കാനാണ് ഇപ്പോൾ ഈ കേരള എയ്ഡഡ് ടീച്ചേഴ്സ് അസോസിയേഷൻ തീരുമാനിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പല ആവശ്യങ്ങളും അങ്ങനെ വിദ്യാഭ്യാസ മന്ത്രിയുടെ മുന്നിലേക്ക് കൂടി എത്തുകയാണ്. ഒരു ചുരിദാർ ധരിച്ചു വരുന്നതാണോ അച്ചടക്ക ലംഘനം? അതെങ്ങനെ ശരിയാവും എന്നുള്ള ചോദ്യമാണ് ബാക്കിയാകുന്നത്.